അധ്യാപകരുടെ സ്വന്തം ചിലവിൽ വൈവിധ്യങ്ങളായ സൗകര്യങ്ങൾ ഒരുക്കിയും പഠനം ലളിതമാക്കാൻ പഠന സഹായികൾ ഒരുക്കിയും നവാഗതരെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തിരൂരിലെ JM-LP സ്കൂൾ. വിദ്യ നൽകും ആദ്യ പാഠശാല, അമ്മയാണ് ആദ്യത്തെ പാഠശാല. വിദ്യ നൽകും ആദ്യ പാഠശാല, അമ്മയാണ് ആദ്യത്തെ പാഠശാല. ക്ലാസ് റൂം പുറം ചുവരുകളിൽ വർണ്ണവിസ്മയം തീർത്ത് പ്രകൃതിയും പൂക്കളും ചിത്രകഥാ വിവരണങ്ങളും പരിസര ശുചീകരണത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും ഗുണപാഠങ്ങൾ നൽകുന്ന തുറന്നുവെച്ച പാഠപുസ്തകം പോലെ പരിസരമൊരുക്കി ഒരു സ്കൂൾ അങ്കണം. വ്യാഴാഴ്ച പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തിരൂരിലെ പ്രമുഖ വിദ്യാലയങ്ങളിലൊന്നായ പരന്നേക്കാട് JM-LP സ്കൂൾ. നവാഗതരായ കുരുന്നുകളുടെ മനസ്സിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയാക്കി പ്രവേശനോത്സവം മാറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രധാനാധ്യാപിക സുബൈദ പറയുന്നു. സമഗ്ര വിദ്യാലയ പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം വിദ്യാർത്ഥികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ വർഷം ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുള്ളത്. പ്രവേശനോത്സവം വളരെയധികം ഭംഗിയാക്കുന്നതിന് വേണ്ടി പൊതുജനത്തിൻ്റെയും മറ്റുള്ള അധ്യാപകരുടെയും സമൂഹത്തിൻ്റെയും എല്ലാം പിന്തുണാ സംവിധാനത്തോടു കൂടി ഈ വർഷത്തെ പ്രവേശനോത്സവം വളരെ വിജയകരമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഒരു പദ്ധതി ഒന്നാം തരത്തിലെ വിദ്യാർത്ഥികൾക്ക് റോസ് ചെടികൾ നൽകി അവർ തന്നെ അത് നട്ട് വളർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഈ വർഷത്തെ കുട്ടികളെ ഞങ്ങൾ വരവേൽക്കുന്നത്. സ്വന്തം ചിലവിൽ ക്ലാസ് മുറികളിൽ ടൈൽ വിരിച്ചും സ്കൂളിനാവശ്യമായ ലാപ്ടോപ്പ് തുടങ്ങി പഠന സാമഗ്രികൾ സമ്മാനിച്ചും തങ്ങളുടെ സർഗശേഷികൾ ഉപയോഗിച്ച് പഠനം ലളിതമാക്കാനുള്ള പഠന സഹായികൾ ഒരുക്കിയും മാതൃകയാവുകയാണ് ഇവിടുത്തെ അധ്യാപകർ. അധ്യാപകരുടെ സർഗാത്മക ശേഷി ഉപയോഗിച്ച് പഠന സാമഗ്രികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാനും അവർക്ക് മിഠായിയും പലഹാരങ്ങളും ഒക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കത്തിലുമാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ 4 അക്ഷരങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പഠിപ്പിക്കാനുള്ളത്. നിറങ്ങൾ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പഠന ഉപകരണമാണ് ഇത്. അബിയത് പഠിപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ പ്രവർത്തനം അഹ്ലർ അങ്ങനെ ഓരോ നിറങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തനമാണ്. നിറങ്ങൾ എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കാനുള്ള ഉദ്ദേശിച്ചുണ്ടാക്കിയ ഒരു പഠനോപകരണമാണ്. അക്കാദമിക മികവിനാവശ്യമായ പ്രധാന പഠന സാമഗ്രികളും നൂതന വിവരവിനിമയ സങ്കേതങ്ങളോടെ സ്മാർട്ട് ക്ലാസ് റൂമും മികച്ച ലൈബ്രറിയും ഓരോ കുട്ടിക്കും അവസരം ലഭ്യമാവുന്ന കമ്പ്യൂട്ടർ ലാബും സ്കൂളിനെ മികവുറ്റതാക്കുന്നതോടൊപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്പോർട്സ് റൂം, വായനാമുറി എന്നിവയും സ്കൂളിന്റെ പ്രത്യേകതയാണ്. അധ്യാപകരുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി വിദ്യാലയ അന്തരീക്ഷം പ്രകൃതിയെ സ്നേഹിക്കാനും അതോടൊപ്പം തന്നെ സ്നേഹം, ദയ, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാനൊക്കെയുള്ള ഒരു അന്തരീക്ഷം ഒരുക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ പുതുമയുടെ സംഗീതമൊരുക്കി JM-LP സ്കൂളിലെ തന്നെ അധ്യാപികയായ ആയിഷാബി രചിച്ച് അധ്യാപികമാരായ സ്നേഹയും രശ്മിയും സംഗീതം പകർന്ന് ചിട്ടപ്പെടുത്തിയ ശ്രദ്ധേയമായ പ്രവേശനോത്സവ ഗാനവും മുതിർന്ന കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തോപഹാരങ്ങളോടെ വ്യത്യസ്തമായി ഒരുക്കിയ ന്യൂട്രീഷണൽ ഫുഡ് അടങ്ങിയ മധുര പലഹാര കിറ്റും കുരുന്നുകൾക്ക് നൽകിയാവും അക്ഷരമുറ്റത്തേക്ക് ആദ്യ കാൽവെപ്പ് നടത്തുന്ന പുതുനാമ്പുകളെ വരവേൽക്കുക. അറിവിന്റെ അക്ഷരമണികൾ പെറുക്കാൻ, അറിയാത്ത കാര്യങ്ങൾ തേടി പോകാൻ, ഈ മലർവാടിയിൽ വിരിഞ്ഞ പൂക്കൾ ഇന്നിതാ വന്നെത്തി വാടിയിൽ. വിദ്യാലയ മലർവാടിയിൽ നിന്നും തേനുണ്ണുവാൻ വന്ന വണ്ടുകൾ നാം. വിജ്ഞാനമാമതു പകർന്നിടുവാൻ, വിദ്യ തന്നെ വഴി കാട്ടിടുവാൻ. വിജ്ഞാനമാമതു പകർന്നിടുവാൻ, വിദ്യ തന്നെ വഴി കാട്ടിടുവാൻ. സ്നേഹത്തിൻ കൈത്തിരി നാളമായി എന്നെന്നും സ്നേഹിക്കും വന്യ ഗുരുക്കളുമായി. സ്നേഹത്തിൻ കൈത്തിരി നാളമായി എന്നെന്നും സ്നേഹിക്കും വന്യ ഗുരുക്കളുമായി. അറിയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം, അറിയാത്ത കാര്യങ്ങൾ തേടിപ്പോകാം. അറിയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം, അറിയാത്ത കാര്യങ്ങൾ തേടിപ്പോകാം.
ആഴിയാകാശം ഭൂമി പ്രപഞ്ചവും ഒക്കെയും ചുറ്റിപ്പറന്നുയരാം. ആഴിയാകാശം ഭൂമി പ്രപഞ്ചവും ഒക്കെയും ചുറ്റിപ്പറന്നുയരാം. നന്മയെ തിന്മയെ വേർതിരിക്കാം, സ്നേഹത്തിൻ പുഞ്ചിരി ചൊരിഞ്ഞു നൽകാം. നന്മയെ തിന്മയെ വേർതിരിക്കാം, സ്നേഹത്തിൻ പുഞ്ചിരി ചൊരിഞ്ഞു നൽകാം. കാലങ്ങൾ ഭേദങ്ങൾ മാറിയാലും അണയാത്ത നാളമായി വിളങ്ങി നിൽക്കാം. കാലങ്ങൾ ഭേദങ്ങൾ മാറിയാലും അണയാത്ത നാളമായി വിളങ്ങി നിൽക്കാം. കാലം മാറുകയാണ്. മൾട്ടിമീഡിയ മൊബൈൽ ഫോണുകളിലും ആൻഡ്രോയിഡ് ടാബ്ലറ്റുകളിലും മുഖം പൂഴ്ത്തി നിൽക്കുന്ന പുതിയ തലമുറ മായാവിയെയും കുട്ടൂസിനെയും ഡാഗിനിയെയും വിർച്വൽ വേൾഡിൽ മാത്രം കണ്ടുപരിചയിച്ച കുരുന്ന് ലോകം പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുകയാണ്. അവരെ വരവേൽക്കാൻ വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളുമായ പരിപാടികളുമായിട്ടാണ് അധ്യാപകരും രക്ഷിതാക്കളും ഒരുങ്ങിയിരിക്കുന്നത്. ഒരു വസന്തകാലം പള്ളിക്കൂടക്കാലം വാടികൾ തോറും പാറി നടക്കും പൂമ്പാറ്റക്കാലം പുത്തനുടുത്തൊരു പുലർകാലം മഴ കെട്ടിയുയർത്തിയ കൂടാരം ഇത്തിരി വട്ടക്കുടയും ചൂടി തത്തി തത്തക്കുരുന്നുകൾ വസന്തകാലം പള്ളിക്കൂടക്കാലം ആമുതലിക്ഷ വരെയുള്ള അക്ഷരമായ